മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ, വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ, വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ, വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ നിന്നും തുടർച്ചയായി ചിന്തിക്കുവാൻ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 and 2. യഹോവ മോശയോടും അഹരോനോടും മിസ്രൈം ദേശത്ത് വെച്ച് അരുളിച്ചത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. ഏതാണ്ട് 400-ൽ പരം വർഷം ഇസ്രായേൽ മക്കൾ അടിമകളായിട്ട് മിസ്രൈമിൽ പാർത്ത് ഒത്തിരി കഷ്ടം അനുഭവിച്ചു. സമയമായപ്പോൾ ദൈവം തൻ്റെ ദാസനായ മോശ മുഖാന്തരം അവരെ വിടുവിക്കുക. ആട്ടുകുട്ടിയുടെ രക്തം കട്ടൽക്കാലിന്മേലും കുറുപിടമേലും പുരട്ടി സംഹാരങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പരിപൂർണമായ ഒരു വിടുതൽ അവിടുന്ന് ലഭിച്ച് അവരവിടുന്ന് മടങ്ങുക. അപ്പോൾ പറയുകയാണ്, ഈ മാസം നിങ്ങൾക്ക് ആണ്ടിൻ്റെ ആരംഭം ആയിരിക്കണം. നാം നോക്കിയാൽ അവർ പുറപ്പെടുന്ന ആ മാസം അന്നത്തെ കലണ്ടർ അനുസരിച്ച് 7-ാമത്തെ മാസമാണ്. എന്നാൽ യഹോവ പറയുന്നു, നിങ്ങൾക്കൊരു പുതിയ അനുഭവം വേണം. ആണ്ടിൻ്റെ പ്രാരംഭമായിട്ട് ആദ്യ മാസമായിട്ട് ഈ മാസത്തെ നിങ്ങൾ കണക്കാക്കണം. അവരങ്ങനെ കണക്കാക്കി മുൻപോട്ട് യാത്ര ആരംഭിച്ചു. എന്തുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ പറഞ്ഞത്? ന്യായമായി ചിന്തിച്ചാൽ നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിമേലിൽ അടിമത്തത്തെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ച്, ഊഴിയവേലയെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുവാൻ ആവശ്യമില്ല. പഴയതെല്ലാം കഴിഞ്ഞു, പുതിയ അനുഭവത്തിലേക്ക് വന്നു. എന്നോടുകൂടെ സന്തോഷിക്കുക, സമാധാനമായി ജീവിക്കുക, പിന്നീട് അത് ഉത്സവമായിട്ട് ആഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നൊക്കെയുള്ള ഒത്തിരി പദ്ധതികൾ ദൈവത്തിന് അവരെക്കുറിച്ച് ഉണ്ടായിരുന്നു. അത് പിന്നീട് ദൈവം അത് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സഭാവിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ഇതിൽ നിന്നെന്താണ് ഒരു പാഠം ലഭിക്കുന്നത്? നാമും അടിമത്തത്തിലായിരുന്നു. പിശാചിൻ്റെ അടിമത്തത്തിൽ, അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ, മരണഭീതിയുടെ അടിമത്തത്തിൽ. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ നിന്ന് നമുക്ക് സമ്പൂർണമായ ഒരു വിടുതൽ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിൻ്റെ രക്തത്താൽ ഉണ്ടായി. ആ നാം പുതിയ അനുഭവത്തോടെ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം വായിക്കുന്നു 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്ന. പഴയത് കഴിഞ്ഞുപോയി. ഇനി മേലിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് ജീവിക്കാൻ പാടില്ല, പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുവാനും പാടില്ല. പുതിയ അനുഭവത്തിലേക്ക് പോകണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവെന്ന. നാം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുക. അപ്പോൾ പുതുമയോടെ ജീവിക്കണം. മാത്രമല്ല, അനുദിനം വചനം വായിച്ച്, പഠിച്ച്, ധ്യാനിച്ച് കർത്താവിൽ നിന്ന് പുതിയ കൃപകൾ അനുഭവിക്കണം. അവൻ്റെ കൃപകൾ, അവൻ്റെ കരുണ രാവിലെ തോറും പുതിയതാകുന്നുവെന്ന് നാം വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെ പുതുമ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കാം. നാം വായിക്കുന്നു ഫിലിപ്പിയർ 3-20-21 വാക്യം വായിക്കുമ്പോൾ, കർത്താവ് അവിടെ നിന്ന് രക്ഷിതാവായി വരുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താനാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ശരീരം കിട്ടും. നാം ചെന്നെത്തുന്നത് ഒരു പുതിയ ഭവനത്തിലാണ്. ഇങ്ങനെ പുതുമയോടെ
ധാരാളം അനുഭവങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കുവാനായിട്ട് പോകുക. അതുകൊണ്ട് എൻ്റെ പ്രിയ സൗരന്മാരെ, നമുക്ക് ഈ ഭൂമിയിൽ പുതിയ പുതിയ കൃപകൾ അനുഭവിച്ച് ഓരോ ദിവസവും മുൻപോട്ട് പോകാം. നമ്മൾ പ്രത്യാശയെ പുതുക്കാം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. വീണ്ടും ജനിച്ച ദിവസത്തിനാണ് പ്രാധാന്യം. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച നമ്മുടെ ജന്മദിനമുണ്ടല്ലോ, ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നാം ചിന്തിക്കുന്ന ദിവസം, അതിനല്ല പ്രാധാന്യം. കാരണം ആ ജനിച്ച ജനനത്തിന് ഒരു മരണമുണ്ട്. അതോടുകൂടെ ആ കാര്യം അവസാനിക്കുക. എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ അങ്ങനെയല്ല. വീണ്ടും ജനിക്കുന്ന ആളിന് മരണമില്ല, ഒരിക്കലും അവസാനമില്ല. നിത്യതയോളം ആ ബന്ധം കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ തുടരുക. അതുകൊണ്ട് ജന്മദിനത്തെക്കാളും പ്രാധാന്യം വീണ്ടും ജനിച്ച ദിവസത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് വിശ്വാസികളുടെ മധ്യേ ജന്മദിന ആഘോഷം പഴയതിനേക്കാളും അധികം ആഘോഷമായി തന്നെ നടക്കുന്നു എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. അത് ഓർക്കുന്നത് തെറ്റല്ല, ആ ദിവസം ദൈവത്തെ മഹത്വപ്പെടുന്നത് തെറ്റല്ല, നന്ദി പറയുന്നത് തെറ്റല്ല, ഇനിയൊരു പ്രാർത്ഥനായോഗമോ സ്തോത്രയോഗമോ വെച്ചാലും അതും തെറ്റല്ല. പക്ഷേ ആഘോഷമായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ജനിച്ച ദിവസത്തിന്, ദൈവക്കളത്തുന്ന ദിവസത്തിന്, പുതിയ തുടക്കത്തിന് പ്രാധാന്യം കൊടുത്ത് ആ ദിവസത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നന്ദി പറയുവാനും നാം കടപ്പെട്ടവരാണ്. അതിന് നമുക്ക് ഇനിമേലിൽ അധികമായിട്ട് പ്രാധാന്യം കൊടുക്കാം. അങ്ങനെ പുതിയ അനുഭവത്തിൽ, പുതിയ സ്വഭാവത്തിൽ, പുതിയ പുതിയ കൃപകൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാം. പഴയതിനെയും ഓർക്കുവാൻ ആവശ്യമില്ല. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നുകൂടിയ പരാജയങ്ങളെ അതും ഓർത്തിരിക്കേണ്ട. ഇനി ഒരു പുതിയ തുടക്കത്തിലേക്ക്, പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ കാൽവയ്പ്പിലേക്ക്, പുതിയ നന്മയിലേക്ക് മുന്നേറാനുള്ള വ്യഗ്രത നമുക്കുണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീയ വളർച്ച ഉണ്ടായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ചിന്ത അങ്ങനെ പുതിയ അനുഭവത്തോടെ മുൻപോട്ട് പോകുവാൻ എല്ലാ വിശ്വാസികൾക്കും മുഖാന്തരമായി തീരട്ടെ, സഹായമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ പുത്രനവൻ, വേദത്തിൻ സാരമവൻ. ദൈവത്തിൻ പുത്രനവൻ, വേദത്തിൻ സാരമവൻ. വാനവരാപ്പകൽ വീണു വണങ്ങുന്നോരുന്നത ദേവനവൻ. വാനവരാപ്പകൽ വീണു വണങ്ങുന്നോരുന്നത ദേവനവൻ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടുവിൻ, വാഴ്ത്തുവിൻ ശ്രീ യേശു ക്രിസ്തുവിനെ. വാഴ്ത്തുവിൻ ശ്രീ